വൈകുന്നേരത്തെ ചായയും പഴംപൊരിയും അളിയൻ വന്നിട്ട് മതിയെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും സിറ്റ് ഔട്ടിൽ കാത്തിരിക്കുന്നത്. അപ്പനെയാണ് അളിയാന്ന് വിളിക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് നോക്കി ലഞ്ച് ബോക്സ് ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. കുറച്ച് പയർ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് അരിഞ്ഞെടുത്തു. നോൺ വെജ് ആയിട്ട് ഇവിടെ കുറച്ച് പതിരാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും ഒക്കെ ഇട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു തോരനാണ് പതിര് കൊണ്ട് വെച്ചെടുക്കുന്നത്. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോഴേക്ക് ആലൻ എത്തി. അങ്ങനെ അതൊക്കെ ഒതുക്കി മാറ്റി വെച്ചിട്ട് പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വൈകുന്നേരത്തെ ചെറിയ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പതിര് തോരൻ വെക്കാൻ പോവാണ്. തേങ്ങയും ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് എന്നിവ നന്നായിട്ട് അരച്ചെടുത്തിട്ട് പതിരിൽ നല്ലപോലെ കുഴച്ചെടുക്കാം. പഴംപൊരി പൊരിച്ച എണ്ണ തന്നെയാണ് കേട്ടോ ഞാനിന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചെറിയ ജീരകവും പൊട്ടുമ്പോൾ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റി കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പതിരും കൂടെ ചേർത്ത്, പതിര് ഓൾറെഡി കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ, അതാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ലാസ്റ്റ് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്താൽ മതി. നമ്മുടെ മെഴുക്കുവരട്ടിയും റെഡിയായി. പയർ വന്ന സ്ഥിതിക്ക് രാത്രിയിലേക്ക് കഞ്ഞിയാണ്. ചോറുപ്പും വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ലോങ് വീഡിയോസ് നെറ്റോസ് എന്ന ചാനലുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ കാണാം. ബൈ.